നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുടെ ഡ്രീമാണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്നും എനിക്ക് പഠനം പൂർത്തിയാക്കണം, ശേഷം മിലിറ്ററിയിൽ സേവനം അനുഷ്ഠിക്കണം എന്നൊക്കെ. എന്താണ് ഈ AFMC അഡ്മിഷൻസ്? എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക? എന്താണ് അപേക്ഷിക്കാൻ വേണ്ട ക്രൈറ്റീരിയകൾ? വേറെ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ്സുകളുണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് ധാരാളം കൺഫ്യൂസ്ഡായി കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എല്ലാത്തിനുമുള്ള ഒരു ക്യാപ്സൂൾ വീഡിയോ ആണത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. സോ എന്താണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ തന്നെ പ്രീമിയർ മെഡിക്കൽ കോളേജ് ഗണത്തിൽപ്പെടുന്ന, എയിംസൊക്കെ പോലെ ഗണത്തിൽപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. 1948 പോസ്റ്റ് ഗ്രാജുവേഷനായിരുന്നു. പിന്നീട് ഏകദേശം 4 ആഗസ്റ്റ് 1962 മുതൽ ഇവിടെ MBBSൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ NMC ബാക്കിയുള്ള എല്ലാവിധ അപ്രൂവലുകളുണ്ട്. പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനത്തിൻ്റെ എല്ലാ ചിലവും ഫ്രീ ആണ്. നിങ്ങളുടെ ട്യൂഷൻ ഫീസോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ യാത്രാബത്ത അടക്കമുള്ള കാര്യങ്ങൾ, യൂണിഫോമിനടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. പക്ഷേ പഠനത്തിന് ശേഷം നിങ്ങൾ മിലിറ്ററിയിൽ സേവനം അനുഷ്ഠിക്കണം എന്നുള്ളൊരു നിബന്ധനയുണ്ട്. അത് സാലറിയോട് കൂടിയായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുള്ളി ഫ്രീ ആണ്. പഠനശേഷം മിലിറ്ററിയിൽ നിങ്ങൾക്ക് ജോലിയും ലഭിക്കും. വിശദവിവരങ്ങളിലേക്ക് നമുക്ക് പ്രോസ്പെക്ട്സിലൂടെ തന്നെ ഒന്ന് പോയി നോക്കിയിട്ട് പറയാം. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഒരു 60% മാർക്കും, ടോട്ടൽ അഗ്രിഗേറ്റ് നോക്കുന്നപ്പോൾ 60%, ബാക്കിയുള്ള വിഷയങ്ങളാണ് 50%-ലും അധികം മാർക്ക് ഉണ്ടായിരിക്കണം +2-ൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വിജയിച്ചിട്ടുണ്ടാവണം. അതാണ് ഒരു ക്രൈറ്റീരിയ പറയുന്നത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നാണ്. പക്ഷേ നീറ്റ് ക്വാളിഫൈഡ് ആയ എല്ലാവരും ഇതിന് അപേക്ഷിക്കേണ്ടതില്ല. ആകെ നമുക്ക് 150 സീറ്റാണുള്ളത്. 5 സീറ്റ് ഗവൺമെൻറ് സ്പോൺസേർഡ് ആണ്, കാൻഡിഡേറ്റ്സ് ഫ്രം ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസ്. 145 സീറ്റാണ് നമുക്ക് 2024 ഉണ്ടാവുക. അതിൽ 115 സീറ്റ് ബോയ്സിനും 30 സീറ്റ് ഗേൾസിനുമാണ്. 115 സീറ്റ് ബോയ്സിനും 30 സീറ്റ് ഗേൾസിനുമാണ് ഉണ്ടാവുക. ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. 2024 ഡിസംബർ 31 17 വയസ്സ് പൂർത്തിയായിരിക്കണം. അതേപോലെ തന്നെ 24 വയസ്സിൽ താഴെയുമായിരിക്കണം എന്നുള്ളതാണ് ഏജ് ക്രൈറ്റീരിയ. കൂടാതെ വിവാഹം കഴിഞ്ഞ ആളുകളായത് അവിവാഹിതരായിരിക്കണം. അതായത് 2001 ജനുവരി 1 മുമ്പോ 2007 ഡിസംബർ 31 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. ഈ ഒരു ഏജ് ക്രൈറ്റീരിയ നിങ്ങൾ ഉൾപ്പെടണം എന്നുള്ളതാണ് മെയിനായിട്ടുണ്ടാകുന്ന ഏജ് ക്രൈറ്റീരിയ എന്ന് പറയും. ഈ ഒരു വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ജനിച്ചവരായിരിക്കണം. അതാണ് ഏജ് ക്രൈറ്റീരിയ പറയുന്നത്. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നാണ്. ഈ ഓഗസ്റ്റ് 16 MCCയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമല്ലോ, അവിടെ തന്നെ നിങ്ങൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ AFMCയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒപ്റ്റ് ചെയ്താൽ മതി. ഒപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള എല്ലാ റൗണ്ടുകളും ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റിന് ശേഷമാണ്. അത് ഈ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുക, പൂനെയുടെ നേതൃത്വത്തിലാണ് ചെയ്യുക. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ഒരു പട്ടിക ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് AFMCക്ക് എന്ത് ചെയ്യും, കൈമാറും. പിന്നീട് AFMC ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഈ പട്ടികയിൽ നിന്ന് ഏകദേശം 1880 പേരെയാണ് സെലക്ട് ചെയ്യുക. അതിൽ 1490 ആൺകുട്ടികളും 390 പെൺകുട്ടികളാണ് ഉണ്ടാവുക. പിന്നീട് ഇതിൽ ആരാണോ ഏറ്റവും റാങ്ക് വരുന്നത് ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് എന്ത് ചെയ്യുക, അഡ്മിഷനിലേക്ക് ലഭിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ ഷോർട്ട് ലിസ്റ്റ് നോക്കുമ്പോൾ അവരുടെ കട്ട് ഓഫ് മാർക്ക് ആൺകുട്ടികൾക്ക് 622 പെൺകുട്ടികൾക്ക് 648 ആയിരുന്നു. ഈ വർഷം അതിലൊക്കെ വലിയ മാർക്ക് കിട്ടിയ ആളുകളായിരിക്കും വരിക. നമുക്കറിയാം മാർക്കിലുണ്ടായിരിക്കുന്ന വേരിയേഷൻസ്. ഇങ്ങനെ ഈ 1880 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് അഡ്മിഷൻ കിട്ടില്ല. അതിനുശേഷം വീണ്ടും പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പിന്നീട് AFMCയിൽ വെച്ചിട്ട് തന്നെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. ആ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ടൈമും ഇങ്ങനെ സെലക്ട് ചെയ്തവർക്ക് അതിൻ്റെ ഡേറ്റുമൊക്കെ AFMCയുടെ വെബ്സൈറ്റിൽ തന്നെ അറിയിക്കും. AFMC.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അറിയിക്കും. ആ വെബ്സൈറ്റിലാണ് അത് പ്രസിദ്ധീകരിക്കുക. ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് പിന്നീട് സ്ക്രീനിങ് ടെസ്റ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചെറിയ എക്സാമിനേഷൻസ് ഉണ്ട്. ആ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് TOELR എന്ന് പറയും. അത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് റീസണിങ്, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് PAT, ഇൻ്റർവ്യൂ എന്നിവ അടങ്ങുന്നതാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ്. അതായത് ഈ AFMCയിൽ ഉണ്ടാകുന്ന സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് വരുന്ന ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് റീസണിങ് ആണ്. 2 സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ആണ്. 3ാമത് വരുന്നത് ഇൻ്റർവ്യൂ. അതുകൂടാതെ നിങ്ങൾ മെഡിക്കൽ പരിശോധന കൂടെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു സ്കോറിംഗ് വരുന്നത് ഈ TOELRന് 30 മിനിറ്റ് ദൈർഘ്യമുള്ള 40 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ പറയുന്നത് TOELRന് 30 മിനിറ്റാണ് ടൈം ഉണ്ടാവുക, 40 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
ഒരു CBT മോഡൽ കമ്പ്യൂട്ടർ ബേസിലുള്ള ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ശരി ഉത്തരത്തിന് നിങ്ങൾക്ക് 2 മാർക്കാണ് കിട്ടുക. അതേപോലെ തന്നെ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 0.5 മാർക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഇൻ്റർവ്യൂവിന് 50 മാർക്ക് ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി, അതായത് ഈ TOELR, നീറ്റ് UG 2024, ഇൻ്റർവ്യൂയുടെ മാർക്ക് എന്നിവ കൂട്ടി പ്രവേശന പരീക്ഷയ്ക്കുള്ള മെറിറ്റ് എന്ത് ചെയ്യും, തയ്യാറാക്കും. ഈ PIT അഥവാ സൈക്കോളജിക്കൽ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു യോഗ്യതാ പരീക്ഷ മാത്രം. അതിന് മാർക്ക് എന്തിനു ചെയ്യുന്നില്ല, ഇതിലേക്ക് കൺസിഡർ ചെയ്യുന്നില്ല. മാർക്ക് കൺസിഡർ ചെയ്യുന്നത് ഒന്ന് നിങ്ങളുടെ ഈ ലാംഗ്വേജിൻ്റെതും അതേപോലെ തന്നെ നീറ്റിൻ്റെ സ്കോറും പിന്നീട് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ സ്കോറാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു റാങ്ക് പട്ടിക എന്ത് ചെയ്യുക, തയ്യാറാക്കുക എന്നുള്ളതാണ്. ആ റാങ്ക് പട്ടികയിൽ കിട്ടുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, AFMCയിൽ പഠിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ പ്രത്യേകത എന്നാൽ ട്യൂഷൻ ഫീസ് ഒന്നുമില്ല. പ്രവേശനം ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും ഫീസ് ഇളവുണ്ട്. അതായത് നിങ്ങൾക്കുള്ള ഫുഡ്, റേഷന്, സബ്സിഡൈസ് മെസ്സിങ്, ഹോസ്റ്റൽ സൗകര്യം ഫ്രീ ആയിരിക്കും. വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് പോകാനുള്ള 3rd AC ടിക്കറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ വർഷവും നിങ്ങൾക്ക് ബുക്ക് ആൻഡ് ഡോക്യുമെൻറ്റ്സിനായിട്ട് 6000 രൂപ ലഭിക്കും. സ്റ്റേഷനറി അലവൻസ് മാസം 210 രൂപയും വർഷത്തിൽ പരമാവധി 1680 രൂപ വരെ ലഭിക്കും. ആദ്യ വർഷത്തിൽ തന്നെ യൂണിഫോംസിനായിട്ട് 6000 രൂപ, തുടർന്നുള്ള വർഷത്തിന് മെയിൻ്റനൻസ് അലവായിട്ട് 1250 രൂപ ലഭിക്കും. എല്ലാ മാസവും ഹെയർ കട്ടിങ്ങിനായിട്ട് 210 രൂപ, വാഷിംഗ് അലവൻസ് 840 രൂപ, ബ്രേക്ക് കാലയളവിൽ അത് 315 രൂപയായിരിക്കും. ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രകാരം ഇൻഷുറൻസ് ആൻഡ് ഡിസേബിലിറ്റി ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇത്രയും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല ഇതിന് ശേഷം നിങ്ങൾക്കിവിടെ കമ്മീഷൻ റാങ്കോടെ നിയമനവും ലഭിക്കും. MBBS അഡ്മിഷൻ സമയത്ത് ഒരു ബോണ്ട് കൊടുക്കേണ്ടതുണ്ട്. കിട്ടി 7 ദിവസത്തിന് ശേഷം നിങ്ങൾ ഈ കോഴ്സ് ഉപേക്ഷിക്കുകയാണെങ്കിൽ 67 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് നൽകണം. അത് നിങ്ങളുടെ പേരൻ്റ് അങ്ങനെ ബോണ്ടിൽ സൈൻ ചെയ്ത് കൊടുക്കേണ്ടത് കൂടെയുണ്ട്. FMCയിൽ പഠിക്കുന്ന ആളുകൾ മിനിമം പിന്നീട് അവിടെ 7 വർഷമെങ്കിലും നിർബന്ധിത സേവനം അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ളൊരു നിബന്ധന കൂടെയുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഹൈറ്റ്, വെയിറ്റ് ഇങ്ങനത്തെ കുറേ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ പ്രോസ്പെക്ട്സ് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിൻ്റെ ഫസ്റ്റോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്രോസ്പെക്ട്സ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധ ഡൗട്ട്സും ക്ലിയർ ആവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.